نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം ഭയപ്പെട്ട് അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഗൗരവത്തോടു കൂടെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കുന്ന കാലമത്രയും അല്ലാഹുവിനെ അനുസരിച്ച് തഖ്വയോടുകൂടെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇഹ്മിൽനി, അല്ലാഹുവിൻ്റെ റസൂലെ, എനിക്ക് സഞ്ചരിക്കാൻ ഒരു മൃഗത്തെ അല്ലാഹുവിൻ്റെ റസൂലെ അങ്ങ് തരണമെന്ന് പറഞ്ഞു. ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടിയായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ഹാമിലുക അലാ വലദിനാഖ, നിനക്ക് സഞ്ചരിക്കാനായി ഒരു ഒട്ടകത്തിൻ്റെ കുട്ടിയെ ഞാൻ തരാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആ സമയത്ത് ആ മനുഷ്യൻ ചോദിച്ചു, വമാ അസ്നഉ ബിവലദിന്നാഖ, ഒട്ടകത്തിൻ്റെ കുട്ടിയെ കൊണ്ട് ഞാനെന്ത് ചെയ്യാനാണ്? ഒട്ടകത്തിൻ്റെ കുട്ടിയുടെ മേൽ സഞ്ചരിക്കുക എന്നത് പ്രായോഗികമായ കാര്യമല്ലല്ലോ റസൂലെ എന്ന രൂപത്തിൽ ആ വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. പൊതു ജനങ്ങളുടെ ഭാഷയിൽ ഒട്ടകത്തിൻ്റെ കുട്ടി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ജന്തുക്കളുടെ കുട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ചെറുത് എന്ന രൂപത്തിലാണ്, ചെറിയ കുട്ടിയെയാണ് പെട്ടെന്ന് ഓർമ്മ വരിക. ചെറിയ ഒട്ടകത്തിന് ഫസീൽ എന്നാണ് അറബിയിൽ പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വാക്കല്ല ഉപയോഗിച്ചത്, മറിച്ച് വലദുന്നാഖ, ഒട്ടകത്തിൻ്റെ കുട്ടി എന്നേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുള്ളൂ. ആ മനുഷ്യൻ ചോദിച്ചു, കുട്ടിയാണ്, ചെറിയ ഒട്ടകത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ആ മനുഷ്യൻ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, ഒട്ടകത്തിൻ്റെ കുട്ടിയെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എല്ലാ ഒട്ടകവും മറ്റൊന്നിൻ്റെ കുട്ടിയാണല്ലോ എന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ നിർദോഷകരമായ, അതുപോലെ തന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത തമാശകൾ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം തമാശകൾ പറയുക എന്നത് അനുവദനീയമായ കാര്യമാണ്. പ്രത്യേകിച്ച് യാത്രകളിൽ, അതുപോലുള്ള സന്ദർഭങ്ങളിലൊക്കെ മറ്റുള്ളവർക്ക് സന്തോഷം പകരുക എന്ന നീയത്തിൽ നമ്മൾ തമാശകൾ പറയുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് ആ തമാശകൾക്ക് പ്രതിഫലം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വലിഞ്ഞു മുറുകിയ മുഖവുമായി മറ്റുള്ളവരെ എതിരേൽക്കേണ്ടവനല്ല സത്യവിശ്വാസി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മഹാന്മാരായ സ്വഹാബത്ത് പറയുന്നത് കാണാൻ സാധിക്കും, മാ റഅയ്തു അഹദൻ അക്സറ തബസ്സുമൻ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിനേക്കാൾ പുഞ്ചിരിക്കുന്ന
ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് മഹാന്മാരായ സഹാബത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രസന്നമായ മുഖവും നിർദോഷകരമായ തമാശകളും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ അതുണ്ടായി എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലും അത്തരം കാര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ദീൻ ഏത് വിഷയത്തിലും ഇടപെട്ട് കൃത്യവും മനോഹരവുമായ അതിർവരമ്പുകൾ നിശ്ചയിച്ചതുപോലെ തന്നെ തമാശയുടെ വിഷയത്തിലും അള്ളാഹുവിന്റെ ദീൻ നമുക്ക് ചില അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഖുത്ബയിലൂടെ തമാശകൾ പറയുമ്പോൾ നമ്മൾ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തേത്, തമാശകൾ അത് അതിര് കവിയാതിരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും തമാശകൾ അനുവദനീയമാണ്. നല്ല നീയത്തോടുകൂടെ നിർവഹിക്കുകയാണെങ്കിൽ പ്രതിഫലം പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. എന്നാൽ എപ്പോഴും തമാശ, അള്ളാഹുവിന്റെ ദിക്റിനെ കുറിച്ച് മറപ്പിക്കുന്ന രൂപത്തിൽ, ജീവിതം മുഴുവൻ തമാശ എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ തമാശകൾ അധികമായി പറയുന്ന അവസ്ഥ, അത് അള്ളാഹുവിന്റെ ദീൻ നമുക്ക് അനുവദിക്കുന്നില്ല. അള്ളാഹുവിന്റെ ദീൻ എപ്പോഴും തമാശയുമായി ഇരിക്കാൻ, ആഖിറത്തിനെ മറപ്പിക്കുന്ന രൂപത്തിൽ, ഗൗരവതരമായ ഉത്തരവാദിത്തങ്ങളെ മറപ്പിക്കുന്ന രൂപത്തിൽ എപ്പോഴും തമാശ എന്നത് അള്ളാഹുവിന്റെ ദീൻ നമുക്ക് അനുവദിക്കാത്ത കാര്യമാണ്. തമാശകൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അത് അതിര് കവിയാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, തമാശകളിൽ കളവുകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും കളവായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ തമാശ പറയുകയാണ് എന്ന് ന്യായം പറയുന്ന ആളുകളുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞ ഹദീസ് കേൾക്കുമ്പോൾ തമാശക്ക് കളവ് പറയുന്നതിന്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടും. അവിടുന്ന് പറഞ്ഞു, വൈലുൽ ലില്ലദി യുഹദ്ദിസു ബിൽ ഹദീസ് ലിയുദ്ഹിഖ ബിഹിൽ ഖൗം ഫയക്ദിബ് വൈലുൽ ലഹു വൈലുൽ ലഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ആളുകൾ ചിരിക്കാൻ വേണ്ടി, ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്ന ആൾ, അവന് നാശമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് പറയുകയാണ്. അതിന്റെ ഗൗരവം നോക്കൂ സഹോദരങ്ങളെ. ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവർക്ക് അവർക്ക് നാശം, അവർക്ക് നാശം, അവർക്ക് നാശമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ചു പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തമാശയിൽ ഒരിക്കലും കളവ് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന്, തമാശയിൽ ഗീബത്ത് വരാൻ പാടില്ല എന്നുള്ളതാണ്. ഗീബത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചിരുന്നു. മറ്റുള്ളവരെ കുറിച്ച് അസാന്നിധ്യത്തിൽ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള തമാശകൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ നമുക്ക് അനുവദിക്കുന്നില്ല. ചിലപ്പോൾ കൂടെയുള്ള ആളുകൾ ചിരിച്ചേക്കും നമ്മൾ സംസാരിക്കുമ്പോൾ, കൂടെയുള്ള ആളുകളുടെ വലിയ പ്രോത്സാഹനം നമുക്ക് കിട്ടിയേക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ നമുക്ക് അനുവദിക്കുന്നില്ല. ഗീബത്ത് പറയുക എന്നത് വൻ പാപങ്ങളിൽപ്പെട്ട കാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ മുമ്പ് വിവരിച്ചതാണ്. അപ്പൊ തമാശ പറയുമ്പോൾ അതിൽ ഗീബത്ത് കടന്നു വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് സഹോദരങ്ങളെ, തമാശയിൽ ഒരിക്കലും പരിഹാസം കടന്നു വരാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം, ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്. ഇത് അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്, അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. പരിഹസിക്കാൻ പാടില്ല എന്നതും അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും നമ്മുടെ തമാശകളിൽ പരിഹാസം കടന്നു വരാൻ പാടില്ല എന്നുള്ളതാണ്. പലർക്കും തമാശ എന്ന് പറയുന്നത് തന്നെ പരിഹാസമാണ്. പരിഹസിച്ചുകൊണ്ടുള്ള തമാശയല്ലാതെ ചില ആളുകൾക്ക് അറിയുകയില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിഹാസമെന്നതും അള്ളാഹുവിന്റെ ദീൻ വൻ പാപങ്ങളുടെ കൂട്ടത്തിൽ
എണ്ണിയ കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റുള്ളവരുടെ അഭിമാനം വെച്ച്, മറ്റുള്ളവരുടെ ജീവിതം വെച്ച്, മറ്റുള്ളവരെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു തമാശ അള്ളാഹുവിന്റെ ദീൻ നമുക്ക് അനുവദിക്കുന്നില്ല. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ കാര്യം, തമാശയിൽ അശ്ലീലങ്ങൾ കടന്നു വരാൻ പാടില്ല എന്നുള്ളതാണ്. പെണ്ണിനെ വർണ്ണിച്ചുകൊണ്ടുള്ള തമാശ, ലൈംഗിക വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള തമാശ അള്ളാഹുവിന്റെ ദീൻ നമുക്ക് അനുവദിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിഷൻ വലാ മുതഫഹിഷൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകൃതത്തിൽ തന്നെ അശ്ലീലം പറയുന്ന അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അവിടുന്ന് മനഃപൂർവ്വം അശ്ലീലം സംസാരിക്കുന്ന അവസ്ഥയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പലർക്കും തമാശ എന്ന് പറയുന്നത് ലൈംഗിക വിഷയങ്ങളാണ്. പലർക്കും തമാശ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ ഇടപെടുന്നു, അള്ളാഹുവിന്റെ ദീൻ ഇടപെടുന്നു. അങ്ങനെയുള്ള തമാശകൾ നമുക്ക് അനുവദനീയമല്ല. മറ്റൊരു ഹദീസ് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അശർരിൻ നാസി ഇൻദല്ലാഹി മൻസില. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശം സ്ഥാനമുള്ളവരിൽ പെട്ടവരാണ് അർറജുലു യുഫ്ലി ഇല ഇംറഅതിഹി വതുഫ്ലി ഇലൈഹി സുമ്മ യൻശുറു സിർറഹ്. ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് ഭാര്യയുടെ രഹസ്യങ്ങൾ മറ്റുള്ളവർക്കിടയിൽ പറയുന്ന ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അശറായ ആളുകളിൽ പെട്ടവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തമാശക്ക് ലൈംഗിക ജീവിതത്തെക്കുറിച്ച്, കുടുംബ ജീവിതത്തെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ചൊക്കെ മറ്റുള്ളവരോട് പറയുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ എണ്ണിയത് അശറുന്നാസ്, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഷർറ് പിടിച്ചവർ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശം സ്ഥാനമുള്ളവരെന്നാണ്. ആ കൂട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ എണ്ണിയത്. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംസ്കാരമുള്ള, അള്ളാഹുവിനെ പേടിക്കുന്ന, പരലോകത്തെ പേടിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും മുഖവിലക്കെടുക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് സഹോദരങ്ങളെ, തമാശകൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, തമാശയിൽ മറ്റുള്ളവരെ പേടിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യുറവ്വിഅ മുസ്ലിമ. ഒരു മുസ്ലിമിനെ പേടിപ്പിക്കൽ അത് അനുവദനീയമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, അവിടുന്ന് പറഞ്ഞു, ലാ യഖുദന്ന അഹദുക്കും മതാഅ അഖീഹി ജാദ്ദൻ വലാ ലാഇബ. തമാശക്കോ അതുപോലെ തന്നെ കാര്യമായിട്ടോ തന്റെ സഹോദരന്റെ വസ്തുക്കൾ എടുക്കൽ അനുവദനീയമല്ല, എടുക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മറ്റുള്ളവരുടെ വസ്തുക്കൾ എടുത്തു വെച്ചുകൊണ്ട് പേടിപ്പിക്കാം, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം. അള്ളാഹുവിന്റെ ദീൻ നമുക്ക് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. തമാശക്കോ കാര്യമായിക്കൊണ്ടോ മറ്റുള്ളവരുടെ വസ്തുക്കൾ എടുക്കുക എന്നത് അള്ളാഹുവിന്റെ ദീൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പേടിപ്പിച്ചുകൊണ്ടുള്ള തമാശ, മറ്റുള്ളവരെ ഭയപ്പെടുത്തിക്കൊണ്ടുള്ള തമാശ, പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ ഭയപ്പെടുത്തിക്കൊണ്ടുള്ള തമാശ അള്ളാഹുവിന്റെ ദീൻ നമുക്ക് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഈ വിഷയങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദീനിന്റെ മനോഹാരിത, അള്ളാഹുവിന്റെ ദീൻ എത്ര വലിയ സൗഭാഗ്യമാണ് നമുക്കെന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണിത്. എത്ര മനോഹരമാണ്. തമാശകൾ പറയുമ്പോൾ പോലും അസാന്നിധ്യത്തിൽ ഒരാളെ കുറ്റം പറയാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ ദീൻ പറയുന്നു. തമാശകൾ പറയുമ്പോൾ പോലും
അശ്ലീല വർത്തമാനങ്ങൾ അവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ ദീൻ പറയുന്നു. തമാശകൾ പറയുമ്പോൾ പോലും ഒരു മനുഷ്യന്റെ മനസ്സ് നോവിക്കുന്ന രൂപത്തിലുള്ള വർത്തമാനം പാടില്ല എന്ന് പറയുന്നു. തമാശകൾ പറയുമ്പോൾ പോലും ഒരല്പനിമിഷത്തേക്ക് പോലും ഒരാളെ ഭയപ്പെടുത്തിക്കൊണ്ടുള്ള തമാശ പാടില്ല എന്ന് പറയുന്നു. നമ്മൾ അല്ലാഹുവിനെ സ്തുതിക്കണം, അല്ലാഹുവിനെ ആവർത്തിച്ചാവർത്തിച്ച് സ്തുതിക്കണം. ഈ ദീൻ എത്രമേൽ മനോഹരമാണ്, ഈ ദീൻ നമുക്ക് എത്രമേൽ വലിയ സൗഭാഗ്യമാണ് എന്ന തിരിച്ചറിവും ഈ കാര്യങ്ങളിൽ നിന്ന് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ നസ്റ അബ്ദഹു വഅയ്യദ ജുൻദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അൽമുഫീന അഹ്ദ. തമാശകൾ പറയുമ്പോൾ ഏറെ ഗൗരവത്തോടുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുവിൻ്റെ ദീൻ കൊണ്ട് നമ്മൾ തമാശ പറയാതിരിക്കുക എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന, കുഫ്രാകുന്ന, കാഫിറാക്കി കളയുന്ന ഗുരുതരമായ കാര്യമാണ് ദീൻ കൊണ്ട് തമാശ പറയുക എന്നുള്ളത്. ഒരിക്കലും നമ്മുടെ തമാശക്ക് പാത്രമാകേണ്ട കാര്യങ്ങളല്ല അള്ളാഹുവിൻ്റെ ദീൻ, വിശുദ്ധ ഖുർആൻ, സ്വർഗം, നരകം, അള്ളാഹുവിൻ്റെ ദീനിന്റെ ശിആറുകൾ, ഇതൊന്നും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ തമാശക്ക് വിഷയീഭവിക്കേണ്ട കാര്യങ്ങളല്ല. വളരെ ഗുരുതരമായി നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ പറഞ്ഞു, സഹാബത്തിനെ ചൂണ്ടിക്കൊണ്ട്, അള്ളാഹുവിന്റെ റസൂലിനെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ പറഞ്ഞു, എന്തിന് കൊള്ളാം ഇവർ നന്നായി കളവ് പറയുന്നവരാണ്, ഇവർ നന്നായി ഭക്ഷണം കഴിക്കുന്നവരാണ്, ശത്രുക്കളെ കാണുമ്പോൾ ഭയപ്പെടുന്നവരാണ് ഇവർ എന്ന് മഹാന്മാരായ സ്വഹാബത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ സംസാരിച്ചു. ഈ വർത്താനം ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, കസബ്ത, നീ പറയുന്നത് കളവാണ്, വലാകിന്നക മുനാഫിഖ്, നീ കപടവിശ്വാസിയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലഉഖ്ബിറന്ന റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ പറഞ്ഞ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ അറിയിക്കും, നീ ഇങ്ങനെ പറഞ്ഞു എന്നും അള്ളാഹുവിന്റെ റസൂലിനെ ഞാൻ അറിയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി. അദ്ദേഹം പറയുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഈ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഔഫ് ബിൻ മാലിക് പറയുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീറക്കി. അല്ലാഹു പറഞ്ഞു, വല ഇൻ സഅൽതഹും ലയഖൂലുന്ന ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്. അവരോട് അല്ലാഹുവിന്റെ റസൂലെ താങ്കൾ ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ കളിക്കുകയായിരുന്നു, തമാശ പറയുകയായിരുന്നു എന്ന് ആ ആളുകൾ പറയും. ഖുൽ, അല്ലാഹുവിന്റെ റസൂലെ പറഞ്ഞു കൊടുക്കുക, അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. അല്ലാഹുവിനെ കൊണ്ടും അല്ലാഹുവിന്റെ ആയാത്തുകൾ കൊണ്ടും അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടാണോ നിങ്ങൾ പരിഹസിക്കുന്നത്, തമാശ പറയുന്നത്? ലാ തഅ്തദിറു, നിങ്ങൾ ന്യായം പറയേണ്ട. ലാ തഅ്തദിറു, നിങ്ങൾ ന്യായം പറയേണ്ട. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾ മുഅ്മിനീങ്ങളായതിനു ശേഷം നിങ്ങൾ കാഫിരീങ്ങളായി തീർന്നിരിക്കുന്നു. അല്ലാഹുവിനെ കൊണ്ടും അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടും അല്ലാഹുവിന്റെ ആയാത്തുകൾ കൊണ്ട് തമാശകൾ പറഞ്ഞാൽ, പരിഹസിച്ചാൽ, കലിമ ചൊല്ലിയവനാണെങ്കിലും അല്ലാഹുവിന്റെ ദീനിന്റെ അനുയായിയാണെങ്കിലും ആ ഒരു കാരണം കൊണ്ട് അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് പുറത്താകുമെന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും അല്ലാഹുവിന്റെ ദീൻ വെച്ചുകൊണ്ടുള്ള തമാശ, വിശുദ്ധ ഖുർആൻ വെച്ചുകൊണ്ടുള്ള തമാശ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ വെച്ചുകൊണ്ടുള്ള തമാശ ഇല്ല സഹോദരങ്ങളെ, പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ ദീൻ അനുവദിക്കുന്നില്ല എന്നു മാത്രമല്ല, അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് നമ്മെ പുറത്താക്കുന്ന കാര്യമാണ്. പലപ്പോഴും
ദീനിന്റെ ശിആറുകളെ പരിഹസിക്കുന്ന ആളുകളെ സമൂഹത്തിൽ സജീവമായി കാണാൻ സാധിക്കും. താടി വെക്കുന്നവരെ പരിഹസിക്കുന്നവർ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച താടി ഒരു മനുഷ്യൻ വെക്കുമ്പോ താടിയെ പരിഹസിക്കുന്ന ആളുകൾ, താടി വെക്കാനുള്ള ത്രാണി നിനക്കില്ലെങ്കിൽ, അതിനുള്ള തന്റെ ഇടമില്ലെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ് ഈ സമൂഹത്തിനേക്കാൾ എനിക്ക് വിലപ്പെട്ടതും പരലോകമാണ് ഈ ദുനിയാവിലെ ജീവിതത്തിലേക്കാൾ എനിക്ക് പ്രിയങ്കരമായതും, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ് കാഫിറുകളുടെ ചര്യകളെക്കാൾ എനിക്ക് പ്രധാനപ്പെട്ടത് എന്ന നിലപാട് സ്വീകരിക്കാനുള്ള പ്രാണിയും ശക്തിയും നിനക്കില്ലെങ്കിൽ വെക്കണ്ട. നീയും റബ്ബും തമ്മിലുള്ള വിഷയമാണ്. എന്നാൽ താടി വെക്കുന്നവരെ പരിഹസിക്കുന്നതും താടിയെ പരിഹസിക്കുന്നതും അള്ളാഹുവിന്റെ ദീനിൽ നിന്നും നിന്നെ പുറത്താക്കുന്ന കാര്യമാണ്. സ്ത്രീകൾ മുഖം മറക്കൽ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ച കാര്യമാണ്. ലോകത്തോ സുന്നത്തിന്റെ ഉലമാക്കൾക്കിടയിൽ സ്ത്രീകൾ മുഖം മറക്കണോ വേണ്ടയോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ആകെ അഭിപ്രായ വ്യത്യാസമുള്ളതും അത് നിർബന്ധമാണോ സുന്നത്താണോ എന്ന വിഷയത്തിലാണ്. ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ വേണ്ടതുണ്ടോ വേണ്ടതില്ലേ എന്ന വിഷയത്തിൽ ലോകത്ത് സുന്നത്തിന്റെ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഒരു സ്ത്രീ അത് ധരിക്കുന്നില്ലെങ്കിൽ ധരിക്കേണ്ട, അവളും റബ്ബും തമ്മിലുള്ള വിഷയമാണ്. എന്നാൽ അത് ധരിക്കുന്നവരെ പരിഹസിക്കാൻ നാവ് ചലിച്ചാൽ അത് നിന്നെ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പുറത്താക്കുന്ന കാര്യമാണ്. നിര്യാണിക്ക് മേലെ നീ വസ്ത്രം ധരിക്കുന്നില്ലെങ്കിൽ വേണ്ട, നീയും നിന്റെ റബ്ബും തമ്മിലുള്ള വിഷയമാണ്. അങ്ങനെ ധരിക്കുന്നവരെ പരിഹസിക്കാൻ നിന്റെ നാവുകൾ ചലിച്ചാൽ അള്ളാഹുവിന്റെ ദീനിൽ നിന്നും നിന്നെ അത് പുറത്താക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തമാശകൾ അനുവദനീയമാണ്, തമാശകൾ ഒരു വേള പുണ്യകരമാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അവസാനം പറഞ്ഞ ഈ വിഷയം, ദീൻ കൊണ്ട് തമാശ പറയൽ വളരെ ഗുരുതരമായ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് നമ്മെ പുറത്താക്കുന്ന, മുർത്തദ്ദാക്കി കളയുന്ന ഗുരുതരമായ കാര്യമാണ്. ഈ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ വിഷയത്തിൽ അള്ളാഹുവിന്റെ ദീൻ എന്ത് നിയമങ്ങളാണോ മുന്നോട്ട് വെക്കുന്നത്, അള്ളാഹു എന്താണോ ഇഷ്ടപ്പെടുന്നത്, ആ രൂപത്തിൽ ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടെ, അഭിമാനത്തോടെ അള്ളാഹുവിന്റെ ദീനിന്റെ തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്.